പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. യേശുവിൽ നിങ്ങളെപ്പോഴും സന്തോഷത്തോടെയും മനോല്ലാസത്തോടെയും ഇരിക്കാനായി ഞാൻ വാഴ്ത്തുന്നു. ഈ പ്രഭാതവേളയിൽ കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. എന്താണ് ദൈവം തരാൻ പോകുന്ന വചനമെന്ന് ചിന്തിക്കുകയാണോ? ലോകത്തിലേറ്റവും വിലമതിപ്പുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പറയൂ, വിലമതിപ്പുള്ളത്. ചിലര് മുത്തുകളും പിന്നെ മാണിക്യവും, അതായത് വജ്രം, ഇതെല്ലാം വളരെ വിലമതിപ്പുള്ളതാണ്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വിലമതിപ്പുള്ള വസ്തു ഏതാണെന്ന് വെച്ചാൽ സ്വർണമാണ്. സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർണം വാങ്ങാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. സ്വർണത്തിന് ആ ഒരു തോതിൽ വില വർദ്ധിച്ചിരിക്കുന്നു. കഷ്ടം തന്നെയാണത്. വീട്ടിലൊരു 10 പവൻ സ്വർണമുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമാണ് എന്നതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചിലർക്ക് 100 പവനോളമുണ്ട്, കിലോ കണക്കിന് സ്വർണമുണ്ട്. അത് വലിയൊരു ഗർവമായി വെച്ചിരിക്കുന്നു, കുറെ സ്വർണം ചേർത്തിരിക്കുന്നുവെന്ന്. പക്ഷേ സ്വർണത്തെക്കാളും വിലമതിപ്പുള്ളയൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. അതറിയാമോ? അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, 119 സങ്കീർത്തനം 72 വാക്യത്തിൽ, 1000 പൊൻ വെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. അനേകായിരം പൊന്നും വെള്ളിയേക്കാളും അതിപ്പോൾ വളരെ വില ഉയർന്നതായി മാറി എന്നതാണ് സാധാരണക്കാരുടെ ഇടയിൽ പറയുന്നത്. അതുണ്ടെങ്കിൽ വലിയ പണക്കാരനാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്വർണവുമില്ല, വെള്ളിയുമില്ല, ന്യായപ്രമാണം കയ്യിലുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളായിരിക്കും വലിയ പണക്കാരൻ. കാരണം ഇത് വിലമതിപ്പുള്ളതാണ്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വില ഉയർന്നതാണ് യഹോവയുടെ വചനം. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇതൊരു സാധാരണ പുസ്തകമല്ല. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. ലോകത്തിൽ കൂടുതലായി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പുസ്തകങ്ങൾ, ഇതിനെ ആധാരമാക്കി എഴുതിയ അനേകം ലക്ഷം പുസ്തകങ്ങളിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകവും ഈ വേദപുസ്തകമാണ്. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യരാൽ എഴുതപ്പെട്ടവയെ ഒരു പ്രാവശ്യം വായിക്കും, പിന്നെ മാറ്റിവെക്കും, വായിച്ചു കഴിഞ്ഞു എന്ന്. ഇത് ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതൽ 72 വർഷം മുതൽ ഞാൻ ദിവസവും വായിക്കുന്നു, ദിവസവും ധ്യാനിക്കുന്നു. ഇപ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങൾ, 55 വർഷങ്ങളായിരിക്കുന്നു. ഇന്നും എനിക്കിത് പുതിയതാണ്. ഇന്നും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. അത് വായിക്കും തോറും പുതിയതായിരിക്കും. എത്ര പ്രാവശ്യം വായിച്ചാലും വീണ്ടും വീണ്ടും വായിച്ചാലും പുതിയതാണ്. ദൈവം സംസാരിക്കുന്നു. അതിന് കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. യഹോവ തന്ന വാക്കുകൾ, കർത്താവ് നമുക്ക് വേണ്ടി എഴുതി തന്ന വചനങ്ങൾ. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഇത് വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രുചിച്ചതിന് ശേഷമുണ്ടല്ലോ, നിങ്ങളെ കൊണ്ടിത് വായിക്കാതിരിക്കാൻ സാധിക്കില്ല. ദിവസവും രാവിലെ എവിടെ പോയാലും ഇതില്ലാതെ എനിക്ക് പോകാനേ സാധിക്കില്ല. ഇതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. എൻ്റെ പെട്ടിയിൽ ഞാൻ ബൈബിൾ എടുത്ത് വെക്കാറുണ്ട്. എൻ്റെ ഹാൻഡ് ബാഗിൽ പുതിയ നിയമവും ഉണ്ടായിരിക്കും. എയർപോർട്ടിൽ വിമാനത്തിൽ കയറിയിരുന്നാൽ വായിക്കാൻ വേണ്ടിയാണ് അത്. വീണ്ടും 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 എത്ര പ്രാവശ്യം വായിച്ചാലും മടുക്കാറേയില്ല. അതാണ് യഹോവയുടെ വചനം. നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾ ധ്യാനിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതായിരിക്കും 1 സ്ഥാനം കരസ്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണമാണ് ഏറ്റവും വലിയ ധനം. അതിനെ സ്നേഹിച്ച് പ്രിയത്തോടെ വായിച്ച് അതിന് കീഴടങ്ങാൻ നിങ്ങളെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് മഹത്തായ സമാധാനമുണ്ടാകും. യഹോവയുടെ വചനത്തിൽ പ്രയാസമായിരിക്കുന്നവർക്ക് മഹത്തായ സമാധാനമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെ സ്നേഹിച്ച് രാവും പകലും ധ്യാനിക്കുന്നവർക്ക് എന്തു ചെയ്താലും സഫലമാകും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കും. ഈ ബൈബിൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ന്യായപ്രമാണത്തെ സ്വന്തമാക്കുമോ? നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കൂ. എവിടെയാണ് കിട്ടുക എന്നറിയില്ലെങ്കിൽ ഞങ്ങളെ അത് അറിയിക്കൂ. നിങ്ങൾക്ക് സൗജന്യമായി ഒരു ബൈബിൾ ഞങ്ങൾ അയച്ചു തരും. ഏത് ഭാഷയിൽ വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരും. ഇത് ദൈവവചനമാണ്. അത് വായിച്ച് സ്നേഹിച്ച് ആശീർവാദം സ്വന്തമാക്കുമോ? കർത്താവേ, അങ്ങയുടെ വചനം എനിക്ക് മനസ്സിന് സന്തോഷമാണ്. പൊന്നിനേക്കാളും വെള്ളിയേക്കാളും അങ്ങയുടെ വചനമാണ് വിലയേറിയത്. ഇതെന്റെ കൂടെ ഉണ്ടാവണം. ഞാനത് ദിവസവും വായിക്കണം, സ്നേഹിക്കണം, അതിന് കീഴടങ്ങണം. എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.
ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ